മൈ ചാനൽ. ഐ ആം ഹൃദ്യ. ഇന്ന് നമ്മളാണെങ്കിൽ ജയ്പൂരിൻ്റെ എല്ലാമായ പിങ്ക് സിറ്റിയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഓൾഡ് ജയ്പൂർ എന്നും പറയും. ഇന്ന് എൻ്റെ കൂടെ എൻ്റെ കസിൻ ഉണ്ട്. അപ്പോൾ അവളെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ പിങ്ക് സിറ്റിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന സമയത്ത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ ഈ സിറ്റി കാണാൻ വേണ്ടി. ഇത് വൈദ്യുതി ഒരു പിങ്ക് കളറല്ലേ, ഇത് ക്ലേ കളറാണ് കേട്ടോ. നമ്മൾ ഹവാമൽ സൈഡിൽ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ ഷോർട്സ് ആയിട്ട് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അത് കഴിഞ്ഞിട്ട് പോയത് ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. കുറച്ച് ഡേയ്സി ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഞങ്ങൾക്കൊക്കെ എടുക്കണമായിരുന്നു. അങ്ങനെ സാരി ഉണ്ടില്ല, എന്ത് ഭംഗിയാണെന്നറിയാമോ. നമ്മൾ ബാർഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പ്രൈസിന് കിട്ടും. എനിക്കൊന്ന് അതൊരു 1500 സംതിങ് റേറ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ കുർത്തീസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ചേട്ടനാണെങ്കിൽ പറയുമായിരുന്നു മേടിക്കുക. ഞാൻ പറഞ്ഞു ഇപ്പം പൈസ ഇല്ല, അതുകൊണ്ട് നമുക്കിപ്പം മേടിക്കാൻ വയ്യാന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മളിനി ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. ഇവിടെ കുറച്ച് ഫുഡുകളുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട. ഈ ഒരു കോർണർ കണ്ടില്ല, എന്ത് ഭംഗിയാണല്ലേ. അപ്പം നമ്മൾ ഫസ്റ്റ് മേടിച്ചത് ലസ്സി ആയിരുന്നു. എനിക്ക് ലസ്സി ഇവിടുത്തെ ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫുഡിനും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഇതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകളാണ്. അപ്പോൾ ഇത് അവർക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിച്ചാണ് നമ്മളിത് ഓർഡർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഫസ്റ്റ് നമുക്ക് ആലു ടിക്കി എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, കടലയും പിന്നെ ആലു എല്ലാം കൂടെ മിക്സ് ചെയ്ത്. പിന്നെ ഇതാണെങ്കിൽ ഡോക്ല എന്ന് പറയുന്നൊരു സംഭവം. ഇതൊരു ഗുജറാത്തി ഫുഡാണ് കേട്ടോ. ഇത് എൻ്റെ അമ്മയാണ്. പിന്നെ നമ്മൾ അടുത്തത് വരുന്നത് റവ കൊണ്ടുള്ള പനിപ്പുരി അല്ല, ദഹി പത്താസിയാണ്. പിന്നെ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് അടുത്ത ഡെസ്റ്റിനേഷൻ അതാണ് സ്വീറ്റ് ഷോപ്പ്. എന്തെങ്കിലും ഒരു സ്വീറ്റ് മേടിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഏതോ ഒരു സ്വീറ്റ് പൊക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി എന്തൊക്കെയോ ഇരിപ്പുണ്ട്, എന്തോന്ന് അറിയത്തോലും ഇല്ല. അവിടുന്ന് നമ്മൾ നേരെ പോകുന്നതിന് എങ്ങോട്ടാണെന്നറിയാമോ? അതാണ് ലാക്ക് ബാംഗിൾസ് ഉണ്ടാക്കാൻ വേണ്ടി. ഇന്നാണെങ്കിൽ ഉണ്ടാക്കണം ഞാൻ വിചാരിച്ചതിനാണ് വന്നത്. അന്നേരം ഇന്നൊരു മേടിച്ചൊരു കുർത്തിക്ക് മാച്ചിങ് ആയിട്ട് ഒരു റെഡ് കളർ ബാംഗിൾസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അവരെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഇതെങ്ങനെയാണ്, എപ്പോഴാണ്, ഇതിൻ്റെയൊക്കെ ഭയങ്കര സംഭവങ്ങളൊക്കെ പറഞ്ഞു തരുവാണ്. അപ്പോൾ അതൊക്കെ കേട്ട് ഞാൻ ഇനിയും ഇതൊരു 30 മിനിറ്റ്സ് എടുത്തു കേട്ടോ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി. ഞാൻ റെഡ് കളറും ഗോൾഡ് കളറും മിക്സ് ചെയ്തൊരു വളയായിരുന്നു ചൂസ് ചെയ്തത്. കാരണം എൻ്റെ കുർത്തിയുടെ ഔട്ട്ഫിറ്റിൻ്റെ കളറും ആ സംഭവമായിരുന്നു. അങ്ങനെ അത് ഉണ്ടാക്കി അവർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ബാംഗിൾ എൻ്റെ കിട്ടിയിട്ടുണ്ട്. അടുത്ത ബാംഗിൾസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ രണ്ടും കിട്ടി. നമ്മൾ തിരിച്ചിനിയും വീട്ടിലോട്ട് പോകണം. അമ്മ നടന്ന് ക്ഷീണിച്ചു. നമ്മളവിടെ നടക്കുമായിരുന്നല്ലോ. അപ്പോൾ ഇനിയും വീട്ടിൽ ചെന്ന് എനിക്കും കിടന്നൊന്ന് ഉറങ്ങണം. സോ ബൈ.